Hello everyone, welcome to the previous year question discussion. ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ എടുത്തിരിക്കുന്നത് അനാലജീസ് ആണ്. അനാലജീസിൽ പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അനാലജീസ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. റിലേഷൻ കണ്ടുപിടിക്കുക ആൻഡ് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ റിലേഷൻ പ്രോപ്പർ ആയിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ മാത്രമേ അവിടെ വരുന്നുള്ളൂ. എന്തായാലും അതിൽ നിന്ന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണിത്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. In this question, a pair of words is given with certain relationship followed by 4 pairs of words. Choose the pair that best expresses a relationship similar to that expressed in the original pair. ഒന്നുമില്ല, ഒരു പെയർ തന്നിട്ടുണ്ട്, അതുപോലത്തെ റിലേഷൻ വരുന്ന അടുത്ത പെയർ കണ്ടുപിടിക്കാൻ. തന്നിരിക്കുന്ന പെയർ എന്താണ്? മാൻ ഇസ് ടു ഹ്യൂമാനിറ്റി. മാൻ ഇസ് ടു ഹ്യൂമാനിറ്റി. ഓക്കെ, നമുക്ക് ആദ്യമേ തന്നെ മാനും ഹ്യൂമാനിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കാം. മാനും ഹ്യൂമാനിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? മാന് ചേരുമ്പോഴാണ് ഹ്യൂമാനിറ്റി ഉണ്ടാവുന്നത് അല്ലേ? അല്ലെങ്കിൽ മാൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്നാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുന്നത് അല്ലേ? നമുക്ക് നോക്കാം. ഡ്രോപ്പ് ഇസ് ടു ഓഷ്യൻ, ഫ്ലവർ ഇസ് ടു ഫ്രാഗ്രൻസ്, ഫ്രെയിം ഇസ് ടു പിക്ചർ, സ്കോളർ ഇസ് ടു ബുക്സ്. ഇതിൽ സ്കോളർ എന്ന് പറയുന്ന സംഭവം ബുക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ ദാറ്റ് ഇസ് നോട്ട് ദി ആൻസർ. ഫ്രെയിം പിക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവാം? നോ, വേറെയും ഫ്രെയിംസ് ഉണ്ട്. ഫ്ലവർ ഫ്രാഗ്രൻസ് പറ്റില്ല, പെർഫ്യൂംസ് എന്നൊക്കെ ഫ്രാഗ്രൻസ് വരാറുണ്ട്. വേറെയും പല മണങ്ങളുണ്ട്. ഡ്രോപ്പ് ഇസ് ടു ഓഷ്യൻ. യെസ്, ഓഷ്യൻ ഉണ്ടാവണമെങ്കിൽ ഡ്രോപ്പ് വേണം, ഡ്രോപ്പ് ഓഫ് വാട്ടർ വേണം. സോ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. So man is to humanity as to drop is to ocean is the answer. And this is a JIPMAT 2021 question. Okay, right. Question number 2. Same question thaneyana. In the question we have to identify a certain relationship from the given pair and then choose the pair from the options which best suits the relationship identified. Okay. Liquefy is to petrify. Liquefy is to petrify. As to endana, blend is to separate, cash is to invest, melt is to freeze, soften is to frighten. അപ്പോൾ നമുക്ക് ലിക്വിഫൈ പെട്രിഫൈഡ് ഒരു റിലേഷൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ലിക്വിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ വെള്ളമാക്കുക, പെട്രിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ സോളിഡ് ആക്കുക എന്നുള്ള അർത്ഥമാണ്. സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റോണി സ്റ്റേറ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ബ്ലെൻഡ് സെപ്പറേറ്റ് ഡസ് നോട്ട് കം വിത്ത് ദ സെയിം തിങ്. ക്യാഷ് ഇൻവെസ്റ്റ് ഇല്ല. മെൽറ്റ് ഫ്രീസ്, സോഫ്റ്റൻ ഫ്രൈറ്റൻ. മെൽറ്റ് ഫ്രീസ് തന്നെയാണ്, കാരണം മെൽറ്റ് ഇസ് ആക്ച്വലി ഈക്വലൻ ടു ലിക്വിഫൈ ആൻഡ് ഫ്രീസ് ഇസ് ഈക്വലൻ ടു petrify. So option C is the answer. Liquefy is to petrify, as to melt is to freeze. Okay, this is again a JIPMAT 2021 question. Now question number 3. There is a certain relationship between two given words on one side of the proportion and one word is given on another side of the proportion. A word is to be found from the given options having the same relation with this word as the given pair. ഇതിൽ നമുക്ക് 3 വേർഡ്സ് തന്നിട്ടുണ്ട്. കുറച്ചുകൂടെ സിംപ്ലർ ആയിട്ടുള്ളതാണ്, കാരണം റിലേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ദി ഗിവൺ പെയർ ഇസ് ഡ്രിൽ ഇസ് ടു ബോർ, ആസ് ടു സിവ് ഇസ് ടു ഡാഷ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഡ്രില്ലും ബോറും തമ്മിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ ഇസ് ബോറിംഗ് ഇസ് ദ ഫങ്ഷൻ. ഇവിടെ ഫങ്ഷൻ ആണ് വന്നിരിക്കുന്നത്, ഫങ്ഷൻ ഓഫ് ഡ്രിൽ. ഓക്കെ, അപ്പോൾ സീവിൻ്റെ ഫങ്ഷൻ വരുന്ന എന്തായിരിക്കും? പ്രൈ, റിൻ, സിഫ്റ്റ്, ത്രഷ്. ഇറ്റ്സ് ഓബ്വിയസ്ലി സിഫ്റ്റ്. സിഫ്റ്റ് ഇസ് ദി ആൻസർ. ഫങ്ഷൻ ആണ്. റിലേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഡ്രിൽ ഇസ് ടു ബോർ, ആസ് ടു സീവ് ഇസ് ടു സിഫ്റ്റ്. ഓക്കെ, so that is the answer. This is again JIPMAT 2021 question. Question number 4. The question consists of two words that have a certain relationship to each other followed by 4-lettered pair of words. Select the lettered pair that has the same relationship. Okay. Wind is to gale. Wind is to gale. നമുക്ക് റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ വിൻഡിനെ കാട്ടിലും ഒരു സ്ട്രോങ്ങർ ഫോമാണ് ഗെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ യു ക്യാൻ ടേക്ക് ദ റിലേഷൻ ആസ് ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റിനെ റിലേഷൻ ആയിട്ട് എടുക്കാം. ഡിസാസ്റ്റർ, കലാമിറ്റി, ഡിസ്ഗസ്റ്റ്, ഇൻഫാക്ച്വേഷൻ, ലവ്, പാഷൻ, സ്റ്റോം, സീ. ഇതിൽ നമുക്ക് ഈസി ആയിട്ട് കളയാവുന്നതാണ് സ്റ്റോം സിയും ഡിസ്ഗസ്റ്റ് ഇൻഫാക്ച്വേഷനും. ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. ഡിസാസ്റ്റർ, കലാമിറ്റി, ഇൻറ്റൻസി ഡിഫറൻസ് ഒന്നുമില്ല, ഏകദേശം സെയിം ആണ്. ലവ്, പാഷൻ ഇസ് ദി ആൻസർ. ലവ് ആൻഡ് പാഷൻ.
Passion is a more intense feeling. Okay. Option C is the answer. Wind is to gale as to love is to passion. Okay. Then question number 5. ഇവിടെയും തന്നിരിക്കുന്ന സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സെഡേറ്റീവ് ഇസ് ടു സ്ലീപ്പ് ആസ് ടു ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെഡേറ്റീവ് ഇസ് ടു സ്ലീപ്പ്. നമ്മൾ റിലേഷൻ നോക്കുവാണെങ്കിൽ സെഡേറ്റീവ് ഇസ് സംതിങ് വിച്ച് ഇൻഡ്യൂസസ് സ്ലീപ്പ്. സോ ഇതിൽ അങ്ങനെ ഇൻഡ്യൂസ് ഫങ്ഷൻ വരുന്ന എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. ചാലഞ്ചിങ് നോളജ്, നിമോണിക് മെമ്മറി, വോക്കൽ എലക്വൻസ്, ഡ്രമാറ്റിക് സ്റ്റോറി. എലക്വൻസ് എന്ന് പറഞ്ഞാൽ ഫ്ലുവൻസി എന്നാണ് അർത്ഥം. സോ ഇതിൽ ചാലഞ്ചിങ് നോളജ് അല്ല, വോക്കൽ എലക്വൻസ് അല്ല, ഡ്രമാറ്റിക് സ്റ്റോറി അല്ല. ഇറ്റ്സ് ഓപ്ഷൻ ബി, നിമോണിക് മെമ്മറി. നിമോണിക് അല്ലെങ്കിൽ നിമോണിക്സ് എന്ന് പറയുന്നത് ആർ ടെക്നിക്സ് വിച്ച് ആർ ട്രൈഡ് ടു ഇംപ്രൂവ് അല്ലെങ്കിൽ ഇൻഡ്യൂസ് മെമ്മറി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെക്നിക്സ് ആണ് നിമോണിക്സ്. സോ സെഡേറ്റീവ് കൊടുക്കുന്ന ഉറങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിമോണിക്സ് ചെയ്യുന്നത് മെമ്മറി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ സെഡേറ്റീവ് ഇസ് ടു സ്ലീപ്പ് ആസ് ടു നിമോണിക് ഇസ് ടു മെമ്മറി. ഇറ്റ്സ് എൻ IPMAT റോടെക് 2020 ക്വസ്റ്റ്യൻ. Okay. Question number 6. Again same type of question. നമുക്ക് words നോക്കാം. Jeopardy, peril. Jeopardy is to peril as to dash എന്നാണ് ചോദിച്ചിരിക്കുന്നത്. And you can see that in the options jealousy എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ jeopardy, peril is the synonym relation ആണ് ഇവിടെ വന്നിരിക്കുന്നത്. Okay. So jealousy is to envy, jealousy is to lust, jealousy is to secure, jealousy is to romance. You can easily omit options B, C and D. It's option A. Jeopardy is to peril as to jealousy is to envy. That is the answer. Synonym is the relation, and this is an IPMAT ROTEC 2020 question. Okay. Question number 7. In this question, a pair of words is given with certain relationship, same pattern. Words നോക്കാം നമുക്ക്. Theft is to confess. Theft is to confess. Options A. Fight is to dare. Fault is to admit. Murder is to commit. Mistake is to agree. So, theft is something which is confessed, which is to be confessed. Okay. So, അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഫൈറ്റ് ഡെയർ അല്ല, ഫോൾട്ട് അഡ്മിറ്റ്, മർഡർ കമ്മിറ്റ്, മിസ്റ്റേക്ക് അഗ്രി. ഇതിൽ കുറച്ചുകൂടെ യോജിക്കുന്നത് ഫോൾട്ട് അഡ്മിറ്റ് ആണ്. തെഫ്റ്റ്, ഫോൾട്ട്. സോ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. Theft is to confess as to fault is to admit. It's an IPMAT ROTEC 2020 question. Okay. Question number 18. Again we have a given pair of words. 10 is to decimal as to dash. 10 is to decimal എന്ന് പറഞ്ഞാൽ 10ഉം ഡെസിമൽ തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഡെസിമൽ എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് മൾട്ടിപ്പിൾസ് ഓഫ് 10 അല്ലേ? മൾട്ടിപ്പിൾസ് ഓഫ് 10 ആണ് ഡെസിമൽസിൽ വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 7 is to septet, 4 is to quartet, 2 is to binary, 5 is to quints. ഇതിൽ ഇങ്ങനെ മൾട്ടിപ്പിൾസ് പോലെ വരുന്ന ഒരെണ്ണേ ഉള്ളൂ. ദാറ്റ് ഇസ് 2 is to binary. സോ ദിസ് ഇസ് ദി ആൻസർ. ഓപ്ഷൻ C is the answer. 10 is to decimal as to 2 is to binary. It's an IPMAT ROTEC sample paper 2020 question. Okay. Question number 9. In this question, a pair of words is given with certain relationship followed by 4 pairs of words. Choose the pair that best expresses the relationship. ഇതിൽ നമുക്ക് ഒരു വേർഡ് എക്സ്ട്രാ തന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ റിലേഷൻ കണ്ടുപിടിച്ചാൽ മതി. paw is to cat, then hoof is to dash എന്നുള്ളതാണ്. paw is to cat, then hoof is to dash. paw എന്താണ്? paw is the spongy part of cat's limbs, that covers cat's limbs. Okay. That covers cat's limbs ആണ് paw എന്ന് പറയുന്നത്. അപ്പോൾ ഹൂഫ് വരുന്ന ആർക്കാണ്? lion, horse, lamb, elephant. It's not lion, it's not lamb, it's not elephant, it's horse. Okay, so paw is to cat as to hoof is to horse. Option B is the answer. It's an IPMAT ROTEC sample paper 2020 question. Okay. Question number 10, similar type. Arrows is to cure as to dash is to dash. Options നോക്കാം. Fear is to tremble, money is to bank, sound is to music, coin is to mint. Arrows and cure തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? Simple. Arrows are kept in a cure. This is the relation. Fear, tremble, no. Money, bank, sound, music, no. Coin, mint.
coin mint. Mint is a place where coin is made. So that is not the answer. It's money bank. Money bank is a place where money is kept. So option B is the answer. Okay, so arrows is to cure, as to money is to bank. It's an IPMAT Rotex sample paper 2020 question. അടുത്ത pair of words ആണ് embarrass, humiliate. നോക്കുമ്പോൾ തന്നെ അറിയാം എംബാരസും ഹ്യൂമിലിയേറ്റും സിനോണിംസ് പോലെ വരുന്ന വേർഡ്സ് ആണ്. എൻക്വയർ, ആസ്ക്, എംബെസൽ, പെക്യുലേറ്റ്, ഗാംബിൾ, ഇൻവെസ്റ്റ്മെന്റ്, അനോയ്, എക്സാസ്പെറേറ്റ്. ഇതിൽ എൻക്വയർ, ആസ്ക് ഏകദേശം സെയിം ആണ്, ബട്ട് ആ ഒരു സെൻസ് കുറച്ച് വ്യത്യാസമുണ്ട്. എംബെസലും പെക്യുലേറ്റും ഏകദേശം സെയിം ആണ്, സ്റ്റീൽ എന്ന് പറയുന്ന മീനിങ് ആണ്. ഗാംബിൾ ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഗാംബിളിങ്ങും ഇൻവെസ്റ്റ്മെന്റ് ഓപ്പോസിറ്റ് ആണ്. അനോയ്, എക്സാസ്പെറേറ്റും സിമിലർ മീനിങ് വരുന്ന ഒരു വേർഡാണ്, ഇറിറ്റേറ്റ് ചെയ്യാന്നുള്ള അർത്ഥം വരുന്നത്. So we have a confusion with enquire, ask, embezzle, peculate and annoy, exasperate. So ഇതിൽ മോസ്റ്റ് സൂട്ടബിൾ ആയിട്ടും ആ ഒരു സെൻസ് ഓഫ് മീനിങ് വെച്ചും വരുന്നത് annoy, exasperate ആണ്. സ്ലൈറ്റ് ഷെയ്ഡ്സ് ഓഫ് മീനിങ് അത് വെച്ചിട്ടാണ്. സോ ഓപ്ഷൻ ഡി is the answer. Annoy, exasperate. Embarrass is to humiliate, as to annoy is to exasperate. It's an IPMAT Rotex sample paper 2020 question. Okay, so by this we come to the end of the session on previous year questions discussion of analogies. നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, ആൻഡ് ഏത് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ വാൻ നോക്കി കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കുക ആൻഡ് ടോപ്പിക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ ആൻഡ് വിൽ മീറ്റ് ഇൻ യെറ്റ് അനദർ സെഷൻ ആൻഡ് ഇറ്റ്സ് എ ബൈ ഫ്രം മീ. താങ്ക് യു.